തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സജീവമാവുകയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയെ പുകഴ്ത്തി LDF കൺവീനർ ഇ.പി. ജയരാജൻ. ബി.ജെ.പിയുടെ ബി ടീം ക്യാപ്റ്റനാണ് ഇ.പി. എന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് പ്രീണനമെന്നും പ്രതിപക്ഷ നേതാവ്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലെന്ന് തിരുത്തി നേതാക്കൾ. LDF-ന്റെ നിലപാടല്ല ഇ.പി. പറഞ്ഞത് എന്ന് ബിനോയ് വിശ്വത്തിന്റെ തള്ളിപ്പറയൽ. നേർക്കുനേർ ആരൊക്കെ? കേരള രാഷ്ട്രീയത്തിലെ പോര് ആരൊക്കെ തമ്മിൽ? ഇ.പി. ബി.ജെ.പിയെ പുകഴ്ത്തിയോ? കൺവീനർ പറയുന്നത് LDF നിലപാടല്ലേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPM-ൽ നിന്ന് ശ്രീ PM ആഷോ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. ഇടവേളയ്ക്ക് ശേഷം വിശദമായ ചർച്ച. നാൽപ്പത് ദിവസം ഇനി രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാൻ രണ്ടാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇന്നലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിൽ. അതിലൊന്ന്, ആരാണ് BJP-ക്കെതിരായ പോരിലെ ചാമ്പ്യൻ എന്നതു തന്നെയാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായി LDF കൺവീനറിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശം വരുന്നത്. ചില മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞ് അവിടെ BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീടത് LDF-ന്റെ തന്നെ ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു പരാമർശമാണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമെന്ന് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും അടക്കമുള്ളവർ സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇ.പി. ജയരാജൻ പറഞ്ഞതല്ല LDF-ന്റെ നിലപാട് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ വർത്തമാനങ്ങൾ. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ചയിലേക്ക് ഇരിക്കുന്നത്. ശ്രീ PM ആഷോ, യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മത്സരം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന നിലയിലേക്കുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ രാഷ്ട്രീയ മത്സരമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനകത്ത് തർക്കമില്ല. കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ UDF-ഉം തമ്മിലുള്ള മത്സരത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൻ്റെ പൊതു സ്വഭാവമുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ജാഗ്രത എല്ലാ കാലഘട്ടത്തിലും BJP-യെ RSS-നെ പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ളതാണ്. BJP-യുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പക്വതയുടെ രാഷ്ട്രീയ ജാഗ്രതയുടെ പേരാണ് കേരളം. കേരളത്തിനകത്ത് BJP-ക്ക് ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ ഇടതുപക്ഷവും UDF-ഉം തമ്മിലായിരിക്കും ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകുക. ഈ മത്സരത്തിനകത്ത് സ്വാഭാവികമായും ഇടതുപക്ഷം ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ നേരിട്ട് അനുഭവിച്ച ഓരോ വിഷയങ്ങളും നിശ്ചയമായും രാഷ്ട്രീയ ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ 10 വർഷക്കാലം സംഘപരിവാരം ഈ രാജ്യത്ത് നടത്തിയ ഇടപെടലുകൾ, കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ മനുഷ്യത്വ വിരുദ്ധമായ ജനവിരുദ്ധമായ നടപടികൾ, അവർ സ്വീകരിച്ച മനുഷ്യത്വ വിരുദ്ധമായ സാമ്പത്തിക നയങ്ങൾ, നിലപാടുകൾ, ഇവയെല്ലാം തന്നെ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കും. ആ ചർച്ചയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കും. നമ്മൾ കാലങ്ങളായി കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിസരത്ത് കാണാൻ കഴിയുന്ന പോരാട്ടം എന്ന് പറയുന്നത് LDF UDF പോരാട്ടം തന്നെയാണ്. PM ആഷോ, അതിൽ തർക്കമൊന്നുമില്ല. ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയ അവ്യക്തതയ്ക്ക് വഴിവെക്കുന്ന ഒരു പരാമർശം LDF കൺവീനറിൽ നിന്നുണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വാവിട്ട വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ BJP-ക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ, BJP-യുമായാണ് പോര്, അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എതിരാളി എന്ന തരത്തിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പോന്നതാണ് എന്ന് LDF വിലയിരുത്തുന്നുണ്ടോ? ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലും LDF കൺവീനറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ആ വാചകത്തെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാചകവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുശേഷം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു സെൻറ്റൻസിൽ ഊന്നി നിന്നുകൊണ്ട് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ചർച്ചകളെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യം പല ആളുകൾക്കും ഉണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ നിലപാട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംഘപരിവാരത്തോട് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ RSS ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് ഈ കാലയളവിലെല്ലാം സംഘപരിവാരത്തിനെതിരായി, സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരായി ഈ രാജ്യത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്.
വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന BJP-യുടെ കോർപ്പറേറ്റുകളുമായി ചേർന്ന് രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ ചിത്രമായിട്ടുള്ള ഇലക്ട്രൽ ബോർഡിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇടപെടലുണ്ടാകുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രം ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഉൾപ്പെടെ നല്ല ബോധ്യമുണ്ടാകും. ആ രാഷ്ട്രീയം ആവർത്തിച്ച് കൂടുതൽ കരുത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും. ശരി, ഓക്കെ. ചർച്ച വഴിമാറ്റുകയല്ല, അത് ഞാൻ പ്രേക്ഷകരോട് പറയുന്നതല്ല. ചർച്ച വഴിമാറ്റുകയല്ല, ചർച്ച കൃത്യമായ തലക്കെട്ടിൽ തന്നെയാണ്. അത് നേർക്കുനേർ ആരൊക്കെ എന്ന വിഷയം തന്നെയാണ്. അത് നേർക്കുനേർ ഞങ്ങളാണ് BJP-ക്കെതിരെ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ വിഷയത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചർച്ച തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്താണ് ചർച്ച ചെയ്യുക എന്നതിനെപ്പറ്റി നല്ല ബോധ്യം ഇവിടെ ഉണ്ട് താനും. ശ്രീ ജിൻഡോ ജോൺ, കേൾക്കാമോ? ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോ LDF കൺവീനർ, പ്രതിപക്ഷ നേതാവ് വിളിച്ചത് BJP-യുടെ B ടീമിന്റെ ക്യാപ്റ്റൻ എന്നാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ മുൻപ് സമാനമായൊരു പരാമർശം നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച ആളിൽ നിന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ചില തിരുത്തലുകൾ വരികയാണ് ചെയ്തത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളപ്പോൾ BJP-ക്കെതിരെയാണ് പോര് എന്ന് പറയുന്നത്, അങ്ങനെ BJP-യുടെ B ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ പോകുന്ന ഒരു തെറ്റാണോ? അല്ല മാധു, അത് അങ്ങനെയല്ല അതിനെ കാണണ്ടേ. കേരളത്തിൽ നരേന്ദ്രമോദി വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ BJP 2 അക്കം കടക്കും എന്ന് പ്രസംഗിക്കുന്നു. 2 അക്കം കടക്കോ ഇല്ല എന്നുള്ളത് BJP-ക്കാർക്ക് പോലും വലിയ ബോധ്യമില്ല. BJP-യിലെ നേതാക്കന്മാർ പോലും അത്രയും എണ്ണം പറയുന്നില്ല. പക്ഷെ മോദി അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ EP ജയരാജൻ, LDF-ന്റെ കൺവീനർ, പറയാണ് BJP-യുടെ കാൻഡിഡേറ്റ്സ് എല്ലാം മിടുക്കന്മാരാണ്, നല്ല കാൻഡിഡേറ്റ്സ് ആണ്, BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ അത് BJP-ക്ക് കുറെ കൂടി ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. 2, പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധി CAA-ക്കെതിരെ പാർലമെന്റിനകത്തോ പുറത്തോ യാതൊന്നും വേണ്ടിയിട്ടില്ല, കോൺഗ്രസിന്റെ MP-മാർ CAA നിയമം പാസ്സാക്കിയ സമയത്ത് ഇടപെട്ടില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിരുന്നിന് പോയി എന്ന് പറയുന്നത്. ഇതും ഒരു തരത്തിൽ BJP-ക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം എന്ന് EP ജയരാജൻ പറയുന്നതിനെ പറഞ്ഞു വെക്കുക തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ഒരു തീരുമാനം എടുക്കുകയാണ്. CPI-യുടെയും CPM-ന്റെ നേതൃത്വം ന്യായ് യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുന്നില്ല. അതിനവർ പറയുന്നത് ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, KC വേണുഗോപാൽ ആരിഫിനെതിരെ മത്സരിക്കുന്നു എന്നാണ്. ആനി രാജ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ വന്നാണ് മത്സരിക്കുന്നത്. അത് വേറൊരു തർക്ക വിഷയമായതുകൊണ്ട് അത് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ LDF കൺവീനർ EP ജയരാജൻ BJP-യോടാണ് ഞങ്ങൾക്ക് മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ CPM-കാർക്ക് പോലും ബോധ്യമുണ്ട് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കക്ഷി. CPM-ഉം കോൺഗ്രസും LDF-ഉം കോൺഗ്രസും തമ്മിലാണ്, UDF-ഉം കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് ആർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ BJP-യെ അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യം നൽകി പ്രതിഷ്ഠിക്കുന്നത് LDF-ന്റെ കൺവീനറാണ്. ഇന്ന് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ CPI LDF-ലെ 2ാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് LDF-ന്റെ നയമല്ല എന്ന്. LDF കൺവീനർ പറയുന്നത് LDF-ന്റെ നയമല്ല എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ആ LDF കൺവീനർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതേ നിലപാട് തന്നെ തള്ളിപ്പറയുന്നു. പിണറായി വിജയനും ഇന്ന് തിരുത്തുന്നു. അതിന്റെ അർത്ഥം എന്താ? LDF-നെ നയിക്കുന്ന ആള് പിണറായി വിജയനോ MV ഗോവിന്ദനോ ബിനോയ് വിശ്വമോ അല്ല. LDF-നെ നയിക്കുന്ന ആള് LDF-ന്റെ കൺവീനർ EP ജയരാജനാണ്. അദ്ദേഹം പറയുന്നു BJP-യുമായിട്ടാണ് മത്സരമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് BJP-ക്ക് ആവശ്യമില്ലാത്ത ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ BJP ആണ് നിങ്ങൾക്ക് എതിരാളി എന്ന് പറഞ്ഞുകൊണ്ട്, BJP-യോടാണ് നിങ്ങളുടെ പോര് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം TN പ്രതാപന്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായല്ലോ. അത് പിന്നീട് VS സുനിൽകുമാർ തിരുത്തുന്നുണ്ടായിരുന്നു. അല്ല, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെങ്കിലും പറയുന്നത് പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ മുൻപിരുന്ന ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ പറയുന്ന പോലെ LDF-ന്റെ കൺവീനർ LDF-ന്റെ നയമാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്, അദ്ദേഹം MP ആണ്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യെ എതിർക്കാൻ കേരളത്തിലെ ജനങ്ങൾ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അയച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉള്ള നല്ല ബോധ്യം, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തെ നിങ്ങൾ ചെറുതായി കാണുകയാണോ അതിലൂടെ?
അല്ല, അദ്ദേഹം പറയുന്നത് ബി ജെ പിയുമായിട്ടുള്ള മത്സരം ഓൾ ഇന്ത്യ തലത്തിൽ ബി ജെ പിയുമായിട്ടാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ LDF കേരളത്തിൽ മാത്രമാണുള്ളത്. കേരളത്തിന് പുറത്ത് LDF ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ സുരേന്ദ്രന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ മാധു. സുരേന്ദ്രൻ പറയുന്നത് EP ജയരാജൻ പറഞ്ഞതിനോട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇനി മേലാൽ EP ജയരാജനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? BJPക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് EP ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനറാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരേ ഒരു കനൽത്തരിക്കെതിരെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു EP ജയരാജൻ പറഞ്ഞത് വാസ്തവമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് RSSും CPMും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന് RSSന്റെ നേതാവ്, ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. നാളിതുവരെ CPMന്റെ നേതാക്കന്മാരത് തള്ളി പറഞ്ഞിട്ടില്ല. കേരളത്തിലെമ്പാടും CPM BJPയുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടാണ്, ധാരണയാണ്. അതിലൊന്നും തർക്കം വേണ്ട. ശരി ശ്രീ ജിൻഡോ ജോൺ, ഞാൻ തിരികെ വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, കേരളത്തിലെ രാഷ്ട്രീയം അതിന്റെ വിധി എഴുതാൻ ഒരുങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ ചർച്ച BJP എതിർക്കുന്നത് ആര് എന്നുള്ളതാണ്. ഇപ്പോ BJPക്കെതിരെ സംഘപരിവാരത്തിനെതിരെയുള്ള വിധിയെഴുത്തിൽ ഞങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചകൾ, ഈ പറയുന്ന ഒരു മുന്നോട്ട് പോക്ക്, ഇതൊക്കെ നിങ്ങൾ നിർണ്ണയിക്കുന്നിടത്തേക്കാണ് എന്നൊരു അമിത ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണോ മുന്നണികളുടെ പ്രവൃത്തിയും വാക്കും? അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ മാധു, അപ്പോൾ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തണ്ടേ? BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസുമായിട്ടാണ്. അത് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസുമാണ് ഞങ്ങളെ വലിയ എതിരാളികൾ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിൽ ഞങ്ങളുമായി ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നത് സമാജ്വാദി പാർട്ടിയുമായിട്ടാണ്. പിന്നീട് കടുത്ത മത്സരം, ഇന്ത്യയിൽ ഏറ്റവും കടുത്ത മത്സരം നടക്കാൻ പോകുന്ന സംസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളാണ്. അപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ്സാണ് ഞങ്ങൾ എതിരാളി. പിന്നെ ചില പ്രാദേശിക പാർട്ടികൾ, അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾ എതിരാളികൾ. ഈ ഇടതുപക്ഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമല്ല. കാരണം ബംഗാളിൽ ഇടതുപക്ഷം ചിത്രത്തിൽ നിന്ന് ഔട്ടായി. ഏതാണ്ട് ത്രിപുരയിൽ ഇപ്പോൾ തൃപ്ത മോത്ത എന്ന് പറയുന്ന അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി NDAയിൽ ചേർന്നു. അതിൻ്റെ നേതാവ് ദേബർമാൻ്റെ സഹോദരിയാണ് ഒരു സീറ്റിൽ മത്സരിക്കുന്നത്. ഒരു സീറ്റിൽ മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേവും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇടതുപക്ഷം അപ്രസക്തമായി. ഒരുപക്ഷെ 4ാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അതാണ് അവസ്ഥ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു, 2ാം സ്ഥാനത്ത് 2 സീറ്റിലും കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ EP ജയരാജൻ ഒരു വടക്കേ മലബാറുകാരനാണ്, കണ്ണൂർ ജില്ലക്കാരനാണ്. ഈ കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയം അസ്ഥിക്ക് പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് പൊതുവെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശുദ്ധന്മാരാണ്, മനസ്സിലുള്ളത് വിളിച്ചു പറയും. EP ജയരാജൻ ഒരു ശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ്, ശുദ്ധനായ മനുഷ്യനാണ്. രാഷ്ട്രീയപരമായ തീവ്ര നിലപാടെടുക്കുന്ന ആളുകളാണ് കണ്ണൂരുകാരെങ്കിലും ഉള്ളു ശുദ്ധമാണ്. EP ജയരാജൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞതാണ്. അതിന് കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേരിടുന്ന തകർച്ചയാണ്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ബോംബെയിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു. അവർ പറഞ്ഞത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സമാപന റാലി വളരെ ശുഷ്കമായിരുന്നു. സാധാരണ പണ്ടൊക്കെ കോൺഗ്രസ് അവിടെ ഒരു വലിയ റാലി നടത്തിയാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, ആളുകളൊക്കെ ബുദ്ധിമുട്ടില്ല. ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതവിടെ വന്നു പോയത് ബോംബെക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള അവസ്ഥ, കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഇല്ല. അവർ കഴിഞ്ഞ തവണ കിട്ടിയത് 3ആണ്, അത് 5ഓ 6ഓ ആക്കാൻ വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്. അതിനപ്പുറമൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുന്ന കോൺഗ്രസ് വളരെ ദുർബലമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീ EP ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷവും ഞങ്ങളും തമ്മിലാണ് മത്സരം. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അതുകൊണ്ടാണ് സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് EP-യോട് ഇത്ര സ്നേഹം.
അല്ല, ഈ ഡാമേജ് ഒന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ലെഫ്റ്റിൻ്റെ ഡാമേജും കോൺഗ്രസിൻ്റെ ഡാമേജും നോക്കലാണോ ഞങ്ങളെ ജോലി? ഞങ്ങളെ ജോലി ഞങ്ങളുടെ വളർച്ചയല്ലേ നോക്കണ്ടു. അതെന്തോ ആയിക്കോട്ടെ, ഞങ്ങളതിനെപ്പറ്റി ബോധവടല്ല. അപ്പോൾ കേരളത്തിലെ ചില സീറ്റുകളിൽ ഇടതുപക്ഷവും ഞങ്ങളും തമ്മിലാണ് മത്സരം. UDF 3-ാം സ്ഥാനത്തേക്ക് പോകും. ഇത് സത്യമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പേ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ചാനൽ ചർച്ചകളിൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളും UDF തമ്മിലാണ് മത്സരം. ലെഫ്റ്റ് 3-ാം സ്ഥാനത്തേക്കാണ്. അതേപോലെ കേരളത്തിലെ വേറെ ചില മണ്ഡലങ്ങളിൽ ഞങ്ങളും ഇടതുപക്ഷവും തമ്മിൽ മത്സരം വരികയും UDF 3-ാം സ്ഥാനത്തേക്കും പോകും. ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നതാണ്. നമുക്ക് ജൂൺ മാസം 4-ാം തീയതി ഈ സമയത്ത് കാണാം. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതേ ഇപ്പോൾ പറയാനുള്ളൂ. ശരി, ശ്രീ PM ഷോ, ഒന്ന് ശ്രീ ജിൻഡോ ഉന്നയിച്ച ആരോപണമാണ്. അതായത് EP ജയരാജൻ പറഞ്ഞത് LDFന്റെ നയമല്ല എന്ന് പറയുന്നത് LDFന്റെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF കൺവീനർ പറയുന്നത് LDF നയമല്ല എന്ന് തിരുത്തുകയാണ് ഒരു ഘടകകക്ഷി നേതാവ്. അത് നല്ല നിലയ്ക്കുള്ളൊരു തീരുമാനമല്ല, പക്ഷെ അത് എതിർക്കാൻ കഴിയുന്നൊരു സാഹചര്യം മുന്നിലില്ല. രണ്ടാമത്തേത്, അങ്ങ് ആദ്യം പറഞ്ഞു അത്തരത്തിലുള്ളൊരു ഇടപെടലൊന്നും LDF കൺവീനറുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്ന്. അത് അശുദ്ധൻ എന്ന് പറയുന്നൊരു വിശേഷണം പറഞ്ഞ EP പറഞ്ഞത് സത്യമാണ് എന്ന് BJP കൂടി സാധൂകരിക്കുകയാണ്. വെറുതെ അങ്ങ് പറയുക മാത്രമല്ല, മണ്ഡലം എടുത്തു പറഞ്ഞാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കോഴിക്കോട്, ഇങ്ങനെ മണ്ഡലം എടുത്തു പറയുകയാണ്. തൃശ്ശൂരിൽ വിജയസാധ്യതയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെ BJPയുടെ പട്ടികയ്ക്ക് ഒരു പതക്കം നൽകേണ്ട എന്ത് ആവശ്യമാണുള്ളത്? അല്ല, അതിനെ സംബന്ധിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള മറുപടി ഞാൻ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു. സ്വാഭാവികം അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അപ്പുറത്ത് BJPയുടെ പ്രതിനിധി പറഞ്ഞ വാദങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള മറുപടി ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ജൂൺ മാസം 4-ാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ 20 സീറ്റിലാണ് മത്സരം നടക്കുന്നത്. ആ 20 സീറ്റിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും എന്നുള്ളതിനകത്ത് അങ്ങേക്കൊരു തർക്കവും വേണ്ട, ഒരു ആശങ്കയും വേണ്ട, ആ നിലയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇനി കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം LDF കൺവീനറെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തിരുന്നു കൊണ്ടാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, LDF കൺവീനറെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, പ്രസ് മീറ്റിനകത്തെ ഒരു വാചകം, അത് വിവാദമായ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള വിസ്തീർണം നടത്തി. ജിന്നോ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആരാ കോൺഗ്രസിൻ്റെ ഈ ഘട്ടത്തിലും സംസ്ഥാന അധ്യക്ഷൻ? അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ BJPയിലേക്കോ RSSലേക്കോ ഞാൻ പോയാൽ നിങ്ങൾക്ക് എന്ത് എന്ന് 1 അല്ല 2 അല്ല 3 തവണ ആവർത്തിച്ച് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് കണ്ണൂർ ജില്ലക്കകത്തെ RSSന്റെ കാര്യാലയങ്ങൾക്ക് സംരക്ഷണം കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഇത്രകാലം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് ആവർത്തിച്ചു പറഞ്ഞ കക്ഷിയാണ് ഇന്നും കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റിന് കീഴിൽ ആ പ്രസിഡന്റിന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിരുന്ന് LDF കൺവീനറെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ആവേശമൊന്നും അദ്ദേഹം കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, കൃത്യമായ രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നതിന് വേണ്ടി പോകുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ രാജ്യത്തിനകത്ത് പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ അദ്ദേഹം പറഞ്ഞു, CM ഉയർത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ചിലതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി അദ്ദേഹം. എന്താ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഇന്ന് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു നിയമ ഭേദഗതി രാജ്യത്ത് നടന്നിട്ട് അതിൻ്റെ മുകളിൽ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ജനാധിപത്യ സമൂഹം പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ലേ എന്താ കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച്? അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി തയ്യാറായോ? മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്ന നിലയിൽ ഉണ്ടായത് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തങ്ങളാണെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടല്ലോ. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വമില്ലേ? CAക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രക്ഷോഭങ്ങളിൽ അണിനിരന്നിട്ടുള്ള പ്രതിപക്ഷ മുന്നണിക്കകത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ മൂവ്മെന്റ് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇനി രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര ഇന്ന് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിലൊക്കെ രാജ്യത്തിന്റെ തെരുവുകളിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും
എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ സ്വരം, അതിനെതിരായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകാത്തതിന് ഈ നാട്ടിലെ മനുഷ്യർ ചോദ്യം ചെയ്യും, അതിനെതിരെ വിമർശനം ഉണ്ടാകും. അതിനകത്ത് എന്താണ് പ്രയാസമുള്ളത്? ഇനി CA-ക്കെതിരെ ആരും സംസാരിച്ച CA-ക്കെതിരല്ല സർ, NIA നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്ന ഘട്ടത്തിൽ, NIA നിയമത്തിനകത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഭേദഗതി കൊണ്ടുവന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയ കോൺഗ്രസിന്റെ MP-മാർ സ്വീകരിച്ച നിലപാടെന്താ? NIA ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? എതിർത്തോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായോ? തയ്യാറായില്ല. ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ എന്ത് ചെയ്ത് അവരിറങ്ങിപ്പോയത്? കോൺഗ്രസുകാർ അവിടെ നിന്ന് എതിർത്ത് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, NIA നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ പൊള്ളത്തരം സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടുമെന്നേ പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചില്ലേ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞെന്നുള്ളത്? അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞു. ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുൻപിൽ നിന്ന് തടി തപ്പുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇനി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടില്ല. NIA ബില്ല് ഭേദഗതി ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? രാഹുൽ ഗാന്ധി അന്ന് പാർലമെന്റിൽ പോയിട്ടില്ല. ഇനി ഈ CA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സമരങ്ങൾ നടന്നപ്പോ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ മലയാളിക്ക് ചോദിച്ചുകൂടെ? കാരണം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആയിരുന്നില്ലേ രാഹുൽ ഗാന്ധി? ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുവിടുന്ന് പോയ ആളല്ലേ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എന്തുകൊണ്ട് മുഴങ്ങിയില്ല എന്ന ചോദ്യം ഉയർന്നു വരില്ലേ? പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം എന്തുകൊണ്ട് പാർലമെന്റിൽ എത്തിയില്ല? പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചില്ല, പ്രതിഷേധം ഉന്നയിച്ചില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രതിഷേധം കേരളത്തിന്റെ കൂടി അല്ലെ, പ്രതിഷേധമല്ലേ? BJPക്കെതിരെ സംഘപരിവാറിന്റെ ആശയങ്ങൾക്കെതിരെ നിങ്ങൾ LDF-നേക്കാൾ വലിയ തോതിൽ അഖിലേന്ത്യാ തലത്തിൽ പോരാട്ടം മുന്നോട്ട് വെക്കും, ശബ്ദമുയർത്തും എന്ന് പറയുമ്പോൾ എന്തിനെയൊക്കെയാണോ എതിർത്തത് അതിലൊക്കെ നിങ്ങളുടെ ഇരട്ടത്താ പിന്നതാണ് എന്നുള്ളതാണ് CPM വിശദീകരിക്കുന്നത്. അത് NIA ഭേദഗതിയിലാകട്ടെ CA-യിലാകട്ടെ ഒരൊറ്റ ശബ്ദം മുന്നോട്ട് വെക്കാതെ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി പത്രസമ്മേളനത്തിൽ പിൻവാങ്ങിയ കഥയൊക്കെ അത് ഞാൻ പഠിച്ചിട്ട് പറയാം എന്നാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി വരുന്നത്, ഒരു സിറ്റിംഗ് MP-ക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ പിൻവാങ്ങിപ്പോയ ഇടത്ത് ഞങ്ങളാണ് BJP എതിർക്കുന്നത് എന്ന് തന്നെയാണ് CPM പറയുന്നത്. അല്ല മധു, അവര് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ? കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെയല്ലേ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് തിരുത്തപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിഷ്വൽ എവിഡൻസ് പറയേണ്ടതായിട്ട് തിരുത്തിയില്ലല്ലോ. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇവരെ ഒന്ന് തിരുത്തി നന്നാക്കലൊന്നും നമ്മുടെ ജോലിയുടെ ഭാഗമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിപ്ലവമായി പറഞ്ഞാൽ പോരാ, ഈ വിഷയങ്ങളിൽ NIA ഭേദഗതിയിൽ CA-യിലൊക്കെ സംസാരിക്കേണ്ട ഇടത്ത് സംസാരിക്കാതെ ഒഴിഞ്ഞു പോയതിന്റെ രാഷ്ട്രീയമായ കാരണമുണ്ടെങ്കിൽ പറഞ്ഞു പോകൂ ജിൻഡോ. അല്ല, ഞാൻ ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോയതല്ല. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, EP ജയരാജൻ മലബാറിലെ ശുദ്ധ മനസ്കനാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-യുടെ പ്രതിനിധി നമ്മളോട് സംസാരിച്ചു. ശരിയാണ്, ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ BJP-യുടെയും സംഘപരിവാറിൻ്റെ RSS-ന്റെ ഒരുപാട് ആളുകളെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ പാർട്ടിയുടെ ഒരു നേതാവ് ശുദ്ധ മനസ്കനാണ്. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ശുദ്ധ മനസ്കത കൊണ്ട് BJP-ക്ക് മാത്രമാണ് ഇന്നൊരു ഗുണം കിട്ടിയത്. സംഘപരിവാർ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ട് ഇന്ന് EP ജയരാജൻ മാറിയിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞത്. BJP-യുടെ വളർച്ചയുടെ ബിസിനസ് മാഗ്നറ്റായിട്ട് കേരളത്തിൽ EP ജയരാജൻ മാറുന്നു. അദ്ദേഹം രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും LDF കൺവീനർക്കെതിരെ CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുടെ നയത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് LDF-ന്റെ നയമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. LDF കൺവീനർ EP ജയരാജൻ രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും രാജിവെക്കരുത്. അദ്ദേഹം ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ തുടരണം എന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ കോൺഗ്രസിന് 19 സീറ്റ് നിലവിൽ കേരളത്തിലുണ്ട്. ഈ കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാണെന്ന് BJP-യുടെ പ്രതിനിധി പറയുന്നത്. പകരം CPM-ആയിട്ടാണ് മത്സരം എന്ന് അവരും എൻഡോഴ്സ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നതിന് അറിഞ്ഞോ അറിയാതെയോ അവർ എൻഡോഴ്സ് ചെയ്യുന്നു. ഇനി LDF-ന്റെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതിപക്ഷ മുന്നണിയെ ഒരുമിച്ച് ചേർത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തില്ല എന്ന്. പ്രതിപക്ഷത്തെ ഒരുമിച്ച് ചേർക്കുന്ന ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതിന്റെ സമാപന സമ്മേളനത്തിൽ
പങ്കെടുക്കാൻ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചു. അദ്ദേഹം പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തതിന് കാരണം കേരളത്തിലെ കാരണഭൂതൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധമായിരുന്നു. അവർ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കെടുത്തില്ല. കാരണം ഇവർക്ക് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം വണ്ടിക്കൂലി കിട്ടണമെങ്കിൽ ഇനി കേരളത്തിന് വരുമാന മാർഗ്ഗമുള്ളൂ, വേറൊരു വഴിയില്ല. അതുകൊണ്ട് പങ്കെടുത്തില്ല. ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ ന്യായ് യാത്രയുടെ സമാപനം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ പങ്കെടുക്കാത്തത്? ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിൽ ആളൊന്നുമില്ല, ആളും അർത്ഥമില്ലാതെ നടന്നതെന്ന്. നിങ്ങൾ ഇതിൻ്റെ വിഷ്വൽ ഒന്നും കാണാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുന്നതുകൊണ്ട്, സെലക്റ്റീവ് ആയതുകൊണ്ടാണ്. ഇന്ന് അവിടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇന്നിറക്കുന്ന, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണ് ഇന്നിറക്കുന്ന വലിയൊരു സമാപന സമ്മേളനമാണ് നടക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ചൂണ്ടുപലകയായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി ഹർഷ പറഞ്ഞൊരു കാര്യമുണ്ട്, CAA വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചില്ലെന്ന്. CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചു. അതുമാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ MP-യാണ് പ്രസംഗം തുടങ്ങിയത്, ചർച്ച തുടങ്ങിയത്. നിരവധി UDF-ന്റെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ നിരവധി വട്ടം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പ്രാവശ്യം കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എത്രയോ വട്ടം കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ മുഴുവൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിനോട് യോജിക്കാൻ കഴിയില്ല. ഇത് കേരളത്തിന് മുമ്പിൽ വിഷ്വൽസ് ഉണ്ടല്ലോ, അവർ കാണട്ടെ, ആളുകൾ തീരുമാനിക്കട്ടെ. പിന്നെ CAA സമരത്തെക്കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുത്തോ എന്ന് താങ്കൾ ചോദിച്ചു. ഇന്ത്യയിലെമ്പാടും CAA സമരം നടന്നപ്പോൾ അവിടെ മുഴുവൻ BJP എതിർക്കുന്ന, രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകൾ മുഴുവൻ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കേരളത്തിൽ 19 MP-മാരുടെ നേതൃത്വത്തിൽ 20-25 കിലോമീറ്റർ പദയാത്രകൾ നടത്തി കാര്യമല്ല ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര നടക്കുന്നതിനിടയിൽ ഈ CAA ചട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സമരങ്ങൾ ഉണ്ടായല്ലോ. DU-യിലൊക്കെ SFIയുടെ നേതൃത്വത്തിൽ, MSF-ന്റെ നേതൃത്വത്തിലൊക്കെ വലിയ സമരങ്ങൾ ഉണ്ടായല്ലോ. ആ സമയത്തൊക്കെ അതിനെതിരെ സംസാരിക്കാൻ കൃത്യമായ രാഷ്ട്രീയ വേദി ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി മൗനം പാലിച്ചു എന്നാണ് ഹർഷയുടെ ആരോപണം. അല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത് മാധു, അതിലേക്ക് തന്നെ വരുന്നത്. ഈ CAA സമരത്തെക്കുറിച്ച് പറയാൻ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിന് കേരളത്തിൽ അർഹതയുണ്ടോ? CAA സമരകാലത്ത് കേരളത്തിൽ എടുത്തിട്ടുള്ള കേസുകളിൽ എത്ര കേസ് പിൻവലിച്ചു? 835 കേസിൽ 63 കേസുകളാണ് പിൻവലിക്കുന്നത്. ബാക്കി കേസുകളൊക്കെ നിലനിൽക്കുന്നു. അതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ ഇനി പിൻവലിക്കുമെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലെ കേസുകളെല്ലാം പിൻവലിക്കുന്നു. ഇവിടെ കേസുകൾ പിൻവലിക്കാതെ ഇവർ കാത്തു നിൽക്കുന്നു. ഇവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, സംഘപരിവാർ താല്പര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം പോലും CAA-യുടെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും സമരം നടന്നു. ഈ കോഴിക്കോട് നഗരത്തിൽ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ സമരം നടത്തുന്ന അവർ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്രാസംഗികന്റെ പുറകിൽ നിന്ന് തല്ലുന്നാരാ? സംഘപരിവാറിന്റെ പോലീസാ. കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അതിന്റെ കീഴിലുള്ള സംഘപരിവാർ പോലീസാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പുറകിൽ നിന്ന് തല്ലുന്നത്. കേരളത്തിലെമ്പാടും ഈ ദിവസങ്ങളെടുത്ത കേസ് നോക്കിയേ, കലാപാഹവനത്തിനാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ CAA നിയമത്തിനെതിരെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് കലാപാഹവനമാകുന്നത്? CPM-ന്റെ പ്രതിനിധി പറയണ്ടേ? CAA നിയമത്തിനെതിരാണ് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ വരണ്ട. കോൺഗ്രസിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പ്രഖ്യാപിത നിലപാടുണ്ട്. അത് പാർലമെന്റിനകത്തും പുറത്തും സമരവേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ തിരുത്തൽ ഞങ്ങളുടെ പണിയുമല്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, മാധ്യമങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം അതിന് പോകാതെ, അത് പുകഞ്ഞു നീറാതെ അത് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തികച്ചും സ്വകാര്യമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരു വേദിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? കൃത്യമായിട്ടുള്ള സംഘപരിവാർ താല്പര്യത്തോടു കൂടി ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന BJP-യുടെ നയങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. അതിന്റെ തെളിവല്ലേ കേരളത്തിലെമ്പാടും ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് SP-യുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല? കേരളത്തിലെ പോലീസിൽ RSS-ന്റെ സാന്നിധ്യമുണ്ട്, RSS-കാരുണ്ടെന്ന് വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ പറഞ്ഞിട്ട് അതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ കൃത്യമായിട്ട് RSS വൽക്കരണം CPM-ന്റെ അകത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ആളുടെ പേര് പിണറായി വിജയൻ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ നിങ്ങൾ കാണാതെ പോകുന്നത്, നിങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ BJP-ക്ക് ഒരു B ടീമുണ്ടോ? അങ്ങ് നേരത്തെ പറഞ്ഞു LDF-നെ ഞങ്ങൾ അത്ര കാര്യമായി പരിഗണിക്കുന്നില്ല എന്നൊക്കെ. കേരളത്തിലെ സീറ്റുകൾ വേണ്ട, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് വേണ്ടതില്ല എന്ന നിലപാടിൽ നിന്നാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, വലിയ തോതിൽ പ്രധാനമന്ത്രി തന്നെ വന്ന് പ്രചാരണം നടത്തുന്നു, വലിയ ക്യാമ്പയിൻ നടത്തുന്നു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അതിലൊരാൾ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ പോരാടുമ്പോൾ തീർച്ചയായും
സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ LDF നിങ്ങളുടെ ഒരു രാഷ്ട്രീയ എതിരാളി തന്നെയാണ്. നിങ്ങൾക്ക് എത്ര അല്ല എന്ന് പറയാൻ കഴിയും? ഞങ്ങള് ഇവർ ഇങ്ങനെ ഓരോ പ്രസ്താവന നടത്തിയതിന് അതിനിങ്ങനെ അതിൻ്റെ തലനാരിഴ കീറി ഞങ്ങൾ അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കമൻറ്റ് വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് വി ഹാവ് നത്തിങ് മോർ ടു സേ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളത് വിട്ടു. അതിൻ്റെ പിന്നാലെ പോകാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. കാരണം ഞങ്ങൾ ഒരു ദേശീയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ദേശീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബിജെപിയിൽ അതിഥികളെ ചർച്ചയ്ക്ക് അതിഥികൾ നൽകുന്ന ആളുകളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷമാണല്ലോ നമ്മളൊരു ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതല്ലല്ലോ നമ്മളുടെ ഒരു ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാട്. അങ്ങനെയല്ല, ആ പറഞ്ഞതിനപ്പുറം കൂടുതൽ പറയാൻ താല്പര്യമില്ല. പറഞ്ഞല്ലോ, ഞാനും നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നന്ദിയുണ്ട്. കാരണം സത്യം പറഞ്ഞത് കൊണ്ടാണ് നന്ദി പറഞ്ഞത്. ഞാനത് വേറെ രീതിയിൽ പറഞ്ഞു. ഈ മലബാറിലെ രാഷ്ട്രീയക്കാർ പൊതുവേ രാഷ്ട്രീയം അസ്ഥിക്ക് പിടിച്ചിട്ട് അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഉള്ളു ശുദ്ധവരാണ്. അപ്പോൾ അവര് മനസ്സിലുള്ളത് പുറത്തു വിളിച്ചു. അതാണ് നേരത്തെ ജിൻഡോ ചോദിച്ചത്. നിങ്ങളുടെ അതായത് RSSഉം ഒരു വശത്തും CPM ഒരു വശത്തും നിന്നിട്ടുള്ള ഏറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിക്ക് ഇടക്കാലത്തൊരു ശമനം വന്നിട്ടുള്ളത് വലിയ ആശ്വാസത്തോടെയാണ് കേരളം കാണുന്നത് എങ്കിൽ പോലും ജിൻഡോ ചോദിക്കുകയാണ്, അത്രമേൽ നിങ്ങൾക്ക് എതിർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ശുദ്ധനാണ് എന്ന വിശേഷണം, ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന പരാമർശമൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്കത് നേടിത്തന്ന രാഷ്ട്രീയ മൈലേജിൽ നിന്നാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ജിൻഡോനും കമ്പനിക്കും കോൺഗ്രസിനും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചത് വലിങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞങ്ങൾക്കറിയാം. ഈ കണ്ണൂരിൽ RSSും മാർക്സിസ്റ്റും BJPയും മാർക്സിസ്റ്റും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചത് വലിയ തോതിൽ ഇഷ്ടപ്പെടാത്ത ഒരു ടീമാണ് ഈ കോൺഗ്രസ്സുകാർ, UDFകാർ. അത് ഞങ്ങൾക്കറിയാം. അവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. വിട്ടേക്ക്. അതുകൊണ്ട് ഈ പൊളിറ്റിക്സ് ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു അർത്ഥത്തിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, ഇവരാണ് ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നവർ. എന്തൊരു സ്നേഹ ഇവർ തമ്മിൽ. ഈ കേരളമാണ് ഇവർക്ക് രണ്ടുപേർക്കും ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന സ്ഥലം. അവിടെ കഴിഞ്ഞ 3 ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണ്. എനിക്ക് ചിരിച്ച് ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ചർച്ചകളാണ് ഇന്നലെ മിനിയാന്നൊക്കെ നടന്നത്. കാരണം എന്താണ്, ഇത് ഇങ്ങനെ പറയുകയാണ്, ഇവർ പരസ്പരം പോർ വിളിക്കുകയാണ്. ഇന്നലെയൊക്കെ ശരിക്കും പോർ വിളിയായിരുന്നു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ ചൊല്ലി പോർ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയപരമായ ഒരു ഐക്യവുമില്ലാത്ത ഈ കൂട്ടരൊരു മുന്നണി ഉണ്ടാക്കിയാൽ, ഞാൻ ഇന്നലെ ഒരു കോമഡി പറഞ്ഞത് ആവർത്തിക്കുക. കേരളത്തിൽ ഒരു കോമഡി നടക്കുന്നുണ്ട്. ഈ ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. എന്തിനാ മത്സരിക്കുന്നതെന്നറിയോ? രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കോമഡി നടക്കുന്ന സ്ഥലമാണ് കേരളം. അതാ ഞാൻ പറഞ്ഞത്, ഇത് കോമഡിയൊക്കെയാണ്. ഈ ഇന്ത്യ മുന്നണി ഇവരൊക്കെ കോമഡിയാണ് പലതും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം ഞങ്ങൾ ഇവരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞത് ഈ ചർച്ചയിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നോ താല്പര്യമില്ലെന്നല്ല. ഈ വിഷയം എന്തിന് ചർച്ച ചെയ്യുകയാണ്? ഇങ്ങനെ സീരിയസ് അല്ലാത്ത ഈ കൂട്ടരാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ നടക്കുന്നത്. ഇവർ കണ്ടാൽ കടിച്ചു കീറുന്ന ഈ കൂട്ടരാണോ ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം, നരേന്ദ്രമോദി ഒന്നും ഉദ്ദേശിക്കുന്നത് ഈ 20 മണ്ഡലങ്ങളിൽ CPMഉം BJPയും കോൺഗ്രസും അവരവരുടെ ശക്തിക്കനുസരിച്ച് മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറി നിങ്ങൾക്കെതിരെ മത്സരിച്ച് നിങ്ങൾക്ക് അത്രയും കൂടുതൽ സ്പേസ് ഇവിടെ ഉണ്ടാക്കി തരണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 10 മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കാം, 20 മണ്ഡലങ്ങളിലും BJP ആവട്ടെ നമുക്ക് എതിരെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി തരാൻ ഇവർ രണ്ടുപേരും കൈപിടിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അയ്യോ, അങ്ങനത്തെ ഒരു സഹായവും ഇവരാരും ചെയ്തു തരണ്ടേ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. പരസ്പരം പോരടിക്കുന്ന, ഒരു കാര്യത്തിൽ പോലും അഭിപ്രായം ഐക്യമില്ലാത്ത ഈ കൂട്ടർക്ക് ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നരേന്ദ്രമോദിജിക്കും ഒരു ബദല് പോയിട്ട് അങ്ങനെ ഒരു തോന്നല് പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരുപാടുണ്ടാകില്ല, പക്ഷെ ഒന്നുണ്ട്,
അത് BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം, നരേന്ദ്രമോദിക്കെതിരായ രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ പറയുന്ന 2 പാനലിസ്റ്റുകൾക്കോ അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു തർക്കവും ഉണ്ടാകില്ല. അപ്പോൾ അഭിപ്രായ ഐക്യം എവിടെയാണ്, ആർക്കെതിരെയാണ് എന്ന കാര്യം BJP-ക്കും കേരളത്തിലെ നേതാക്കൾക്കും അറിയില്ല എങ്കിൽ അത് നിങ്ങൾ കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കൂട്ടർ 2 കൂട്ടർക്കും ശക്തിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അതിൽ തർക്കമില്ലല്ലോ. ഈ കൂട്ടർക്ക് 2 കൂട്ടർക്കും ശക്തിയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അവിടെ ഇങ്ങനെയാണ് സ്ഥിതി. ഇനി മധ്യപ്രദേശിൽ കോൺഗ്രസിനെ സഹായിക്കാൻ CPM-നാവുമോ? ഗുജറാത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ CPM-നാവുമോ? അല്ലെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിനെ സഹായിക്കാൻ CPM-നാവുമോ? ഇതൊന്നും സംഭവിക്കാത്ത കാര്യമല്ലേ, സാധ്യമല്ലാത്ത കാര്യമല്ലേ. അപ്പോൾ അതാണ് എവിടെയെങ്കിലും ഇവർ തമ്മിൽ മത്സരിച്ച് ആര് ജയിച്ചാലും ആ വ്യക്തി, ആ വിജയിക്കുന്ന വ്യക്തി, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം BJP-ക്കെതിരെയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നഷ്ടം, ഈ പറയുന്ന ഒരുമിച്ചുള്ള പ്രതിപക്ഷ ചേരിയുടെ രാഷ്ട്രീയ ലക്ഷ്യം, ഇതിനൊന്നും ഒരു തകർച്ചയും ഉണ്ടാകുന്നില്ല. ഇതിൽ ആര് ജയിച്ചാലും, ആര് പാർലമെന്റിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചാലും അത് നിങ്ങൾക്കെതിരെയായിരിക്കും എന്നതിൽ തർക്കമില്ലല്ലോ. ആര് ജയിച്ചാലും പ്രതിപക്ഷത്തിരിക്കും. അബ്കി ബാർ 400 പാറാണ്. ഞങ്ങൾ 400 കടക്കും. അതുകൊണ്ട് ഇവരാര് ജയിച്ചാലും പ്രതിപക്ഷത്തിരിക്കും. ഞങ്ങൾക്ക് സ്വന്തം നിലയിൽ ഞങ്ങൾക്ക് വലിയ സംഖ്യ ഉണ്ടാവും. ദേശീയ ജനാധിപത്യ സഖ്യം 400 കടക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല. ഇവർ തമ്മിൽ തല്ലുകയോ ഇവർ യോജിച്ച് നിൽക്കുകയോ, ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദേ ആർ ഫ്രീ ടു ഡു വാട്ട് എവർ ദേ വാണ്ട്. ലെറ്റ് ദം ഡു. വി ആർ ലീസ്റ്റ് ബോതേഡ്. കഴിഞ്ഞല്ലോ. ശരി. അല്ല, അതൊന്നും കണ്ടിട്ടില്ല പോയ കാലത്ത് എന്നുള്ളതാണ് പ്രധാനം. അതായത് ഈ 303 സീറ്റിന്റെ അപ്രമാദിത്വത്തിൽ നിൽക്കുമ്പോഴും ചെറിയ ചെറിയ രാഷ്ട്രീയ കക്ഷികളെ, ചെറിയ ചെറിയ സംസ്ഥാനങ്ങളെയൊക്കെ ഏതു തരത്തിലാണ് രാഷ്ട്രീയമായി നേരിട്ടത് എന്നതൊക്കെ ഈ 400-ന്റെ ആത്മവിശ്വാസത്തെ നൽകുന്ന ഒരു സാസ്ത്യമൊന്നും കണ്ടില്ല കേട്ടോ. അതൊന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ശ്രീ VP ശ്രീപത്മനാഭൻ, ഞങ്ങൾ അങ്ങനെ ചില്ലറയായിട്ടല്ല ഇവരെ ഈ പ്രതിപക്ഷത്തെ കാണുന്നത് എന്നതിന് രാഷ്ട്രീയ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ വെറുതെ സ്വാസ്ഥ്യബോധത്തോടെ ഇരിക്കുകയൊന്നും ആയിരുന്നില്ല ഈ പോയ 5 വർഷക്കാലവും. ചെറിയ സംസ്ഥാനങ്ങളെ, ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ഭിന്നിപ്പിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അത്രയ്ക്കങ്ങ് സിമ്പിളായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുതേ ഒരു ചർച്ചയിലിരുന്നു കൊണ്ട്. ശരി, ശ്രീ PM ആർ ഷോ, കാൽ കാശിന് ഉപകാരമുണ്ടോ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിന് എന്ന് CPM-ന്റെ നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. അതേ ആളുകളാണ് മികച്ചവർ എന്ന പട്ടികയിൽ ശ്രീ EP ജയരാജൻ ഉൾപ്പെടുത്തിയത് എന്നതൊരു കാര്യം. രണ്ടാമത് ശ്രീ ജിൻഡോ ജോൺ പറയുന്നു, നിങ്ങൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും CAA-ക്കെതിരെയോ NIA ഭേദഗതിക്കെതിരെയോ ഒക്കെ പ്രഖ്യാപിതമായ നിലപാട് കോൺഗ്രസിനുണ്ട്. അത് പാർലമെന്റിനുള്ളിലാണെങ്കിലും പുറത്താണ് എങ്കിലും അതിന് ഈ രാജ്യത്ത് BJP-യെ ചേർക്കാൻ ആകെ കോൺഗ്രസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ BJP-യുടെ RSS-ന്റെ പ്രതിനിധിയെ സംബന്ധിച്ച് അവർക്ക് ജനാധിപത്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയമില്ല. ഒരു തരത്തിലും ജനാധിപത്യ കാഴ്ചപ്പാടുകൾക്ക് വഴങ്ങാത്ത, അല്ലെങ്കിൽ ജനാധിപത്യത്തെ തങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുണ്ടാകുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച്, അവർക്കിടയിലുണ്ടാകുന്ന വിയോജിപ്പുകളെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതിൻ്റെ കാരണം അവരുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടി നല്ല ശേഷിയുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് കേരളത്തിൽ ഇന്നുള്ള BJP. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസുമായി, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കകത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾക്ക് നിരവധിയായ വിയോജിപ്പുകളുണ്ട്. അങ്ങനെ നിരവധി വിയോജിപ്പുകൾ നിൽക്കുമ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന, മതവർഗീയതയിലൂന്നി ഈ രാജ്യത്തെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, RSS-നാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന BJP-യെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കകത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ജനാധിപത്യ കാഴ്ചപ്പാട് അവശേഷിക്കുന്ന മനുഷ്യർക്കിടയിൽ മുഴുവൻ ഒരൊറ്റ അഭിപ്രായമുള്ളൂ. ആ ഒരൊറ്റ അഭിപ്രായം മതി ഈ പറഞ്ഞ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ എന്നുള്ളതിനകത്ത് തർക്കമല്ല. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കരുത്തെന്ത് എന്നതിനെ സംബന്ധിച്ച് ജൂൺ മാസം 4-ാം തീയതി BJP-യുടെ പ്രതിനിധിക്ക് ബോധ്യപ്പെടുമെന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ജിൻഡോ സൂചിപ്പിച്ചല്ലോ, ജിൻഡോ അതിനകത്ത് പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഒഴിഞ്ഞു മാറി പോവുകയാണ്. ജിൻഡോ, ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല.
ഈ NIA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ഇന്ത്യൻ പാർലമെന്റിൽ നടന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിൽ നിന്നും വളരെ വൈരുദ്ധ്യമായിട്ട് ജിൻഡോ അവിടുന്ന് ഒഴിഞ്ഞുമാറി പോകുന്ന നിലപാട് സ്വീകരിച്ചുള്ളത്. ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. രാഷ്ട്രീയ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മുൻപിൽ അനുഭവമുണ്ട്. 2019 തെരഞ്ഞെടുപ്പ്. 2019 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ മനുഷ്യർക്കുണ്ടായിരുന്ന ചിന്ത എന്താ? കേരളത്തിലെ മനുഷ്യരാകെ BJP വിരുദ്ധ, കേരളത്തിന്റെ BJP വിരുദ്ധ സ്വഭാവമുണ്ട്, സംഘപരിവാർ വിരുദ്ധ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ ഊന്നി നിന്നുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേറുമെന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസിനോടൊപ്പം നിന്നു. കോൺഗ്രസ് UDFനെ വോട്ട് ചെയ്യുന്ന നിലയുണ്ടായി, 19 സീറ്റ് UDFനെ വിജയിപ്പിക്കുന്ന നിലയുണ്ടായി. അതിൽ നിന്ന് 2024 എത്തുമ്പോൾ, 2024 എത്തുമ്പോൾ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാകെ നഷ്ടപ്പെട്ടതിന്റെ അനുഭവമല്ലേ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത്? ഈ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത 4 ആളുകൾ ഇന്ന് ഇപ്പൊ BJPയുടെ 16 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. ആ 16 പേരിൽ 4 പേർ കഴിഞ്ഞ UDFന്റെ തെരഞ്ഞെടുപ്പ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവർ നാലിടങ്ങളിൽ സ്ഥാനാർത്ഥികളാണ്. ഈ നിലയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, ആ നിലയിലുള്ള സമീപനങ്ങളല്ലേ നിങ്ങൾ ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനെല്ലാം ശേഷം പറയുക ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ RSSനെ പരാജയപ്പെടുത്താനെന്ന്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് CAA വിരുദ്ധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നില്ല? അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയുടെ സമാപന യാത്രയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ആ വരുമായിരുന്ന ഭാരത് ജോഡോ യാത്ര CAAക്കെതിരെ, പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയോ? നിങ്ങൾ ഉയർത്തിയില്ല. അത് ഉയർത്താത്തിടത്ത് എങ്ങനെയാണ് ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം CAA വിരുദ്ധ സമരത്തിന്റെ ഒരു മൂവ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ സമരത്തിന്റെ ഒരു വേദിയാക്കി നിങ്ങൾ മാറ്റാൻ വേണ്ടി കഴിയുക? അതിന് നിങ്ങൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. നിങ്ങൾ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദൽ മൃദു ഹിന്ദുത്വമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലപാടിനെ ചോദ്യം ചെയ്യണ്ടേ? അതിനോടൊപ്പം തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട്, പിൻവലിക്കപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി കണക്കു സഹിതം പറഞ്ഞതല്ലേ, 835 കേസ് രജിസ്റ്റർ ചെയ്തതിനകത്ത് 629 കേസുകൾ അവസാനിച്ചു. അവശേഷിക്കുന്ന 205 കേസിൽ 84 വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് PDPP ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പ് ചുമത്തപ്പെട്ടിട്ടുള്ള കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിരവധിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിവാചകങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സർക്കാർ വളരെ പോസിറ്റീവായിട്ടുള്ള എന്താണോ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ നിലയിലുള്ള പ്രഖ്യാപനത്തിന് ഉതകുന്ന നിലയിലുള്ള ഇടപെടൽ തന്നെയല്ലേ നടത്തിയിട്ടുള്ളത്. 629 കേസുകൾ ഇതിനോടകം പിൻവലിച്ച് കഴിയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി ഈ സമരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെന്താ? സംസ്ഥാന സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിനകത്ത് നടപ്പിലാക്കില്ല എന്ന സ്റ്റേറ്റ്മെന്റുമായി അന്ന് നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഇപ്പം നിങ്ങൾ നേരത്തെ ഘോഷിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് എന്താ? പൗരത്വ നിയമ ഭേദഗതിക്ക് ഈ രാജ്യത്തൊരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് അംബാസിഡറായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയല്ലേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പൗരത്വ നിയമ ഭേദഗതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുത്ത് ക്ഷണിച്ചില്ലേ? കേരളത്തിൽ ഈ നാട്ടിനകത്തുള്ള ഇവിടെ ഞങ്ങൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇന്ത്യ രാജ്യത്തിനകത്ത് കോൺഗ്രസിന് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്തം ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്കുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം, ഒരുമിച്ച് പ്രതിഷേധമായി മാറാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷണിച്ചില്ല. അത് ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ടല്ല ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞത്. ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഷാനന്ദ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പോവല്ലേ? ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പോവുക മാത്രമല്ല, എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ കൊണ്ട് ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഇപ്പൊ ഇന്ത്യ രൂപപ്പെട്ടിട്ട്, രാജ്യം രൂപപ്പെട്ടിട്ട് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ 7.5 പതിറ്റാണ്ടിനിടയിൽ ഈ വിധത്തിൽ ഭരണഘടന അട്ടിമറി, ഇന്ത്യയിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമം നിർമ്മിക്കപ്പെട്ടതായിട്ടോ നിയമ ഭേദഗതി ചെയ്യപ്പെട്ടതായിട്ടോ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ, ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയം ഉണ്ടാകുമ്പോൾ അതിനോട് മൗനം പാലിക്കുന്ന ഈ നിലപാട്, ഇത് ഞങ്ങൾ മാത്രമാണോ വിമർശിക്കുന്നതില്ലല്ലോ. ലീഗിന്റെ ഉൾപ്പെടെ നേതാക്കന്മാര് വലിയ വിമർശനം ഉന്നയിച്ച് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ലേ? വിവിധ സാമുദായിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിക്കുന്ന നില ഉണ്ടായിട്ടില്ലേ? ഈ ജനാധിപത്യ ചേരിയിലുള്ള മനുഷ്യരെ വിമർശിക്കുമെന്നേ, ആ വിമർശനം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. തിരുത്തപ്പെടുന്നതിന് വേണ്ടി UDFിൽ തന്നെ കോൺഗ്രസിന് വിവിധ രാഷ്ട്രീയ വേദികളിൽ കേൾക്കേണ്ടി വരും. അതായത് ലീഗിന് പോലും പല തലങ്ങളിൽ പല സമയത്ത് അതൃപ്തി ഉണ്ടായിരുന്നു.
BJP-ക്കെതിരായ BJP-യുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരായ കോൺഗ്രസിന്റെ മൗനത്തെക്കുറിച്ച് ലീഗ് ഇത്തവണ സീറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് അധിക സീറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റവും കൂടുതലായി മുന്നോട്ട് വെച്ചൊരു കാര്യം അവരുടെ രാഷ്ട്രീയം, അവരുടെ സ്വത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്താൻ അവർക്കു തന്നെ അതിലൊരു പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ വടകരയിൽ ലീഗ് വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. കാസർഗോഡ് ലീഗ് വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. ലീഗിന്റെ കോട്ടകളിൽ ലീഗ് തന്നെ മത്സരിക്കുന്നു. എന്നിരുന്നാൽ പോലും പലയിടങ്ങളിൽ ലീഗിന്റെ കൃത്യമായ വോട്ടുകൾ നിങ്ങളുടെ പെട്ടിയിൽ വീഴേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. നിങ്ങൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെ കൂടി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്ക് കൂടി വേണ്ടതാണ്. മാധു, അതിലേക്ക് വരുന്നതിന് മുമ്പ് BJP-യുടെ പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് കോമഡിയാണെന്ന്. ശരിയായിരിക്കാം. കർണാടകയിൽ BJP-യുടെ സഖ്യത്തിലുള്ള ജനതാദൾ കേരളത്തിൽ LDF ഭരിക്കുന്ന മന്ത്രിസഭയിലെ അംഗമാണ്. മഹാരാഷ്ട്രയിൽ BJP-യോടൊപ്പം ഭരണത്തിലിരിക്കുന്ന NCP-യുടെ അജിത് പവാറിൻ്റെ പാർട്ടി കേരളത്തിൽ CPM-ന്റെ LDF-ന്റെ സഖ്യത്തിലും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് കോമഡി ആയിട്ട് തോന്നുന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ എന്ന പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇവിടെ അഭിപ്രായം പറയാൻ ശേഷിയുള്ള പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നു. BJP-യോ BJP-യുടെ കൂടെയുള്ള ആളുകൾക്കോ അഭിപ്രായം പറയാൻ പോലും പേടിയാണ്. അഭിപ്രായം പറയുന്നവർ പിന്നെ ഇല്ല. കാരണം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഹരൻ പാണ്ഡ്യയുടെ മരണമൊക്കെ ഇന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. BJP അധികാരത്തിലെത്തി 10 വർഷം കഴിഞ്ഞിട്ടും നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് മരണപ്പെട്ടത്. ദുരൂഹമാണ് അവിടുത്തെ നാലു ദിക്കിലേക്കാണ് എന്നുള്ളത് പ്രധാനമാണ്. അതിൽ ഇന്ത്യ മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. തൃണമൂൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും 10, 200, 250 സീറ്റുകൾ ധാരണയെത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. ബംഗാളിലും കേരളത്തിലും ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ധാരണയെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണി പോലെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമല്ലേ? അതിൽ ഈ മുന്നണിയിൽ ഇരുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. ഈ ചെറിയ കാലഘട്ടത്തിനിടയിൽ ഇത്രയും വലിയ 10 വർഷമായിട്ട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ കോൺഗ്രസ് തന്നെ സ്വീകരിച്ച നിലപാട് എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനങ്ങളുടെ താല്പര്യമനുസരിച്ച് നടക്കട്ടെ, അതിനുശേഷം ലോക്സഭയിലേക്ക് മാത്രം ഈ പറയുന്ന ഒത്തുചേരൽ മതി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് ആ ആത്മവിശ്വാസം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു. പക്ഷേ ലോക്സഭയിലേക്ക് എത്തുമ്പോഴും നിങ്ങൾക്ക് അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഈ പറയുന്ന സീറ്റ് തർക്കങ്ങൾ, എന്തിന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായില്ലേ? UP-യിലേക്ക് ഒരു കാണിച്ചു തരാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അങ്ങനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം, അതിന് തൊട്ട് തലേന്ന് മാത്രം കൂട്ടിച്ചേർക്കാനുള്ള തീരുമാനം ആരുടേതാണ്? പോയ രണ്ട് ടേമുകൾ നരേന്ദ്രമോദി സർക്കാരല്ലേ? അപ്പോഴും ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ ഇത് കുറച്ചു കാലത്തേക്ക് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. ചെറിയൊരു സംഘടനയാണ്, അതിന് പരിമിതിയുണ്ട് എന്ന് പറയുന്നത് പ്രൊഫഷണലാണോ? അല്ല, മാധു പറഞ്ഞതുപോലെ തന്നെ UP-യിലേക്ക് അപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തമ്മിൽ ധാരണയായല്ലോ. ഒരു അഭിപ്രായ വ്യത്യാസം ഇന്നില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? 10 വർഷം രാജ്യം ഭരിച്ച NDA-യിൽ നിന്ന് JJP എന്ന് പറഞ്ഞ പാർട്ടി വഴക്കുണ്ടാക്കി പോവുകയാണ്. സർവ്വ അധികാരങ്ങളും സർവ്വസന്നാഹങ്ങളും ഉള്ള പാർട്ടിയോട് കലഹിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നാളിതുവരെ വിഭജിച്ച് നിന്ന പല പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന ഒരു മുന്നണി ഉണ്ടാക്കുന്നതാണ്. എന്നിട്ടും 200, 250 സീറ്റിലേക്ക് ധാരണ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നേട്ടം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 400 സീറ്റിലേക്ക് BJP എത്തുമെന്ന് BJP-യുടെ നേതാക്കന്മാർക്ക് അവകാശപ്പെടാം. പക്ഷേ എന്തിന്റെ പേരിലോ? തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയതിന്റെ പേരിലോ, വിലക്കയറ്റം ഇല്ലാതാക്കിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ നികുതി ഭീകരതയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചതിന്റെ പേരിലോ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 50 രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുത്തതിന്റെ പേരിലോ, 400 രൂപയ്ക്ക് ഗ്യാസ് ഇപ്പോൾ കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ പേരിലോ, എന്തിന്റെ പേരിലാണ്? വർഗീയ കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതിന്റെ പേരിലോ, മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കിയതിന്റെ പേരിലോ, ന്യൂനപക്ഷങ്ങളും ആദിവാസികളും സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് സമ്പൂർണ്ണ വിമുക്തമായിട്ട് ഇന്ത്യയെ മാറ്റിയതിന്റെ പേരിലോ, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും വലിയ വിജയം അവകാശപ്പെടുന്നത് എന്ന് മാത്രം നമുക്ക് ബോധ്യമില്ല. ഇനി CPM-ന്റെ പ്രതിനിധി പറഞ്ഞ കാര്യമുണ്ട്, മുന്നണി രാഷ്ട്രീയത്തിൽ ഈ മുന്നണി രൂപീകരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ല എന്ന്. അതിന്റെ അർത്ഥം കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് BRS-ന്റെ റാലിയിൽ പോയി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെലങ്കാനയിൽ കോൺഗ്രസിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് BRS-നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയി? രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തതിന്റെ പേരിൽ CPM-ന്റെ ഉണ്ടായിരുന്ന MLA സസ്പെൻഡ് ചെയ്തില്ലേ നിങ്ങളുടെ പോളിറ്റ്
ബ്യൂറോ. കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, അത് പ്രതിപക്ഷത്തിന്റെ വോട്ട് ഷെയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നിലപാടല്ലേ നിങ്ങൾ എടുത്തത്? അപ്പോൾ ജോഡോ യാത്രയിൽ നിങ്ങൾ പങ്കെടുത്തില്ല. ഇന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല. രാഷ്ട്രീയ ഉത്തരവാദിത്തം കോൺഗ്രസ് കാണിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എന്തിന്റെ പേരില? CAA പേരിൽ, CAA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം നിന്നില്ലേ? പിണറായി സർക്കാരിനോടൊപ്പം നിന്നില്ലേ പ്രമേയം പാസാക്കാൻ? പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കാത്തതിന് കാരണം അന്ന് CAA സമരകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുന്നതിൽ കള്ളമാണ് പറയുന്നത്. ആർഷ പോലും ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് കള്ളമാണ് പറയുന്നത്. കാരണം PTA റഹീം എന്ന് പറഞ്ഞ LDF-ന്റെ MLA-ക്ക് കൊടുത്ത, കേരളത്തിന്റെ നിയമസഭയ്ക്ക് കൊടുത്ത മറുപടിയിൽ പോലും കള്ളമാണ്. അന്ന് പോലും 600ഓളം കേസുകൾ ഇനിയും പെൻഡിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം കള്ളമാണ് ഇവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CAA-യിൽ നിങ്ങളുടെ നിലപാടെന്താ? പെൺകുട്ടികളെ കേരളത്തിലെ പോലീസ് എനിക്ക് ഇടവേളയ്ക്ക് പോകണം, അനിവാര്യമാണ് ജിൻഡോ, അനിവാര്യമാണ്. സമയമില്ല, അതുകൊണ്ടാണ് കടന്നു പോയിരിക്കുന്നു ഇടവേള. ഒറ്റ മിനിറ്റ് കൂടിയുള്ളൂ. ശ്രീ PM മാർഷോ, ഈ CAA കേസുമായി ബന്ധപ്പെട്ട് കേരളത്തോട് CPM പറഞ്ഞ കണക്കുകൾ കള്ളമാണോ? വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ് CAA-യുമായി ബന്ധപ്പെട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസ്, അത് പിൻവലിച്ച കേസ്, ബാക്കിയുള്ള കേസ്, ബാക്കിയുള്ള 205 കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീഡിംഗ് ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു കള്ളത്തരവുമില്ല. കള്ളത്തരം ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നിലവിൽ രാജ്യത്തെ കോൺഗ്രസ് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കൊക്കെ ശക്തമായ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുമ്പോൾ അതിൽ നിലപാട് പറയാൻ സാധിക്കാത്ത നിലയിൽ, അല്ലെങ്കിൽ ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ ആ സമരങ്ങളുടെ ഭാഗമാകാനോ സാധിക്കാത്ത നിലയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ, ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തിന്റെ മുൻപിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് കേരളത്തിന് മുന്നിൽ വിധിയെടുത്തതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ, കേരളത്തെ തൊട്ടു നിൽക്കുന്ന വിഷയങ്ങൾ എല്ലാം ചർച്ചയാകുന്ന കാലം തന്നെയാണ്. ആദ്യ രാഷ്ട്രീയ വിവാദമായിരുന്നു EP ജയരാജന്റെ പ്രസ്താവനയോടുകൂടി പൊട്ടിപ്പുറപ്പെട്ടത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലമാണ്, ചർച്ചകൾ ചൂടേറിയതുമാകും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.